ആരാധിപ്പാനും ദൈവസന്നിധിയില് ഇടിവിൽ നിന്ന് പ്രാർത്ഥിപ്പാൻ ദൈവം നമുക്ക് കൃപ തന്നു. അനേക വിഷയങ്ങൾക്ക് വേണ്ടി ദൈവസന്നിധിയില് പ്രാർത്ഥിപ്പാൻ ദൈവം നമ്മെ ബലപ്പെടുത്തി. കഴിഞ്ഞ 11 ദിനരാത്രങ്ങളും ഈ 12ാമത്തെ പ്രകാലവും ദൈവത്തിന്റെ ആത്മാവിന്റെ സാന്നിധ്യം നമ്മോടുകൂടി നമ്മെ ബലപ്പെടുത്തിയ ദൈവകൃപയ്ക്കായി സ്തോത്രം. പിന്നെയും കർത്താവിന്റെ കരങ്ങൾ നമ്മെ ഏൽപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥനയോടെ ആയിരിക്കാം. അല്പനിമിഷങ്ങള് ദൈവത്തിന്റെ വചനം ഇന്ന് പകൽക്കാലം സംസാരിക്കുവാൻ ദൈവകരങ്ങളിലേക്ക് ആമേൻ ചിന്തിപ്പാനും ധ്യാനിപ്പാനും ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് നമുക്ക് പ്രാർത്ഥനയോടെ ആയിരിക്കാം. ആമേൻ. പ്രാർത്ഥനയോടെ നാം ആയിരിക്കുന്ന സന്ദർഭത്തില് അപ്പസ്തോല പ്രവൃത്തികളിൻ പുസ്തകം ആമേൻ ഹല്ലേലൂയ. അപ്പസ്തോല പ്രവൃത്തികളിൻ പുസ്തകം ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ്. 5-ാം അധ്യായം അതിന്റെ 40-ാമത്തെ വാക്യം വായിക്കാം. അപ്പോസ്തലന്മാരെ വരുത്തി അടിപ്പിച്ചു. അവർ അവനെ അനുസരിച്ചു. അപ്പോസ്തലന്മാരെ വരുത്തി അടിപ്പിച്ചു. ഇനി യേശുവിന്റെ നാമത്തിൽ സംസാരിക്കരുതെന്ന് കൽപ്പിച്ചവരെ വിട്ടയച്ചു. പ്രൈസ് ദി ലോർഡ്. താഴെ തിരുനാമത്തിനു വേണ്ടി അപമാനം സഹിപ്പാൻ യോഗ്യരായി എണ്ണപ്പെടുകയാൽ അവർ സന്തോഷിച്ചുകൊണ്ട് ന്യായാധിപതി സംഘത്തിന്റെ മുൻപിൽ നിന്ന് കടന്നുപോയി. ദൈവത്തിന്റെ ദാസന്മാരായ പത്രോസും ആമേൻ യോഹന്നാനും ഒക്കെ ഹല്ലേലൂയ കർത്താവിന്റെ രാജ്യത്തിന്റെ മഹത്വത്തിനായി പ്രവർത്തിക്കുമ്പോൾ ദൈവരാജ്യത്തിന്റെ ആ മഹത്വമായി ആ വേലയോടുള്ള ബന്ധത്തിലായിരിക്കുമ്പോൾ അവരിലൂടെ നടന്ന ദൈവ പ്രവർത്തികൾ നിമിത്തമായി അവർക്കെതിരായി ആ ന്യായാധിപതി സംഘം അല്ലെങ്കിൽ പരീക്ഷന്മാർ ന്യായശാസ്ത്രിമാർ എഴുന്നേറ്റ് പുരോഹിതന്മാർ എഴുന്നേറ്റ് അവർക്ക് വിരോധമായി കടന്നു വന്നു. അതാണ് നാം വായിച്ച 40-ാമത്തെ വാക്യം. അവർ അവനെ അനുസരിച്ച് അപ്പോസ്തലന്മാരെ വരുത്തി അടിപ്പിച്ചു. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ അഭിഷിക്തന്മാരെ വിളിച്ചു വരുത്തി അവരെ അടിപ്പിച്ച് അവരോട് പറഞ്ഞു, ഇനി യേശുവിന്റെ നാമത്തിൽ നിങ്ങൾ സംസാരിക്കരുത്. ഹല്ലേലൂയ. ശത്രുവിന്റെ പ്രതികൂല സാഹചര്യങ്ങൾ ദൈവത്തിന്റെ ദാസന്മാർക്ക് വിരോധമായി കടന്നു വരികയാണ്. ഹല്ലേലൂയ. അവരോട് പറയാണ്, ഈ യേശുവിന്റെ നാമം ഇനി നിങ്ങൾ സംസാരിക്കരുത്. ആമേൻ. അവരെ അടിക്കുക മാത്രമല്ല, അടിച്ചതിനപ്പുറമായി അവരോട് പറഞ്ഞു, യേശുവിന്റെ നാമം ഇനി നിങ്ങൾ സംസാരിക്കരുത് എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. എന്നാൽ അവരെന്താണ് പറഞ്ഞത്? തിരുനാമത്തിനു വേണ്ടി അപമാനം സഹിപ്പാൻ ഞങ്ങൾ യോഗ്യരായി എണ്ണപ്പെട്ടിരിക്കുക. യേശുവിന്റെ നാമത്തിനു വേണ്ടി അപമാനം സഹിക്കുവാൻ, യേശുവിന്റെ നാമത്തിനു വേണ്ടി കഷ്ടം സഹിക്കുവാൻ സ്വർഗ്ഗം ഞങ്ങളെ തെരഞ്ഞെടുത്ത് വച്ചിരിക്കുക. അതിന് ഞങ്ങളെ യോഗ്യരാക്കിയിരിക്കുക. അതുകൊണ്ട് ഞങ്ങൾ ഇതിനൊന്നും ഭാരപ്പെടുന്നില്ല, നിരാശപ്പെടുന്നില്ല, ഞങ്ങൾ ആകുലചിന്തരായി മാറുന്നില്ല. പ്രൈസ് ദി ലോർഡ്. 1-ാം നൂറ്റാണ്ടിലെ ദൈവസഭ ആരംഭ കാലഘട്ടത്തിൽ ദൈവത്തിന്റെ അഭിഷിക്തന്മാര് എത്ര വലിയ പ്രതികൂല സാഹചര്യങ്ങൾ കടന്നു വരുമ്പോഴും അതിന്റെ നടുവില അവർ പതറിപ്പോയില്ല, അവർ ചഞ്ചല ഹൃദയമുള്ളവരായി മാറിയില്ല. അവർ ദൈവത്തിനു വേണ്ടി ശക്തമായി നിന്നു, ശക്തമായി പൊരുതുവാൻ തുടങ്ങി. അവർ പറയാണ്, തിരുനാമത്തിന് വേണ്ടി അപമാനം സഹിപ്പാൻ യോഗ്യരായി എണ്ണപ്പെടുകയാൽ അവർ സന്തോഷിച്ചു. ഹല്ലേലൂയ. യേശുവിന്റെ നാമം ഇനി സംസാരിക്കരുതെന്ന് പറഞ്ഞ് അവരെ അടിപ്പിച്ച് അവരെ വിട്ടയക്കുമ്പോൾ അവർ പറയുന്ന ഒരു കാര്യമാണ്, ഈ നാമത്തിന് വേണ്ടി അപമാനം സഹിക്കുവാൻ, ഏതെല്ലാം നിന്ദകൾ സഹിക്കുവാൻ, ഏതെല്ലാം പരിഹാസങ്ങൾ സഹിക്കുവാൻ, ഏതെല്ലാം പോരാട്ടങ്ങൾ സഹിക്കുവാൻ ഞങ്ങൾ യോഗ്യരായിരിക്കുക, അതിൽ ഞങ്ങൾ സന്തോഷിക്കുക. ഇന്ന് പകൽക്കാലം ദൈവത്തെ ആരാധിക്കുന്ന ദൈവത്തിന്റെ പൈതല്, ദൈവവുമായിട്ടുള്ള അഭേദ്യ ബന്ധത്തിലായിരിക്കുന്ന ദൈവജനമേ, ക്രിസ്തുവിനെ നീ ഏറ്റ നിമിത്തമായി ഏതെങ്കിലും അപമാനത്തിലൂടെ നീ കടന്നു പോകുന്നെങ്കിൽ, ഏതെങ്കിലും പ്രതികൂല സാഹചര്യങ്ങളിലൂടെ നീ കടന്നു പോകുന്നെങ്കിൽ, ഇതിൽ നീ
സന്തോഷിക്കുന്നവനായി മാറണം. ഈ നാമം ധരിച്ചിട്ട് ആമേൻ ഈ പ്രതികൂലത്തിലൂടെ ഞാൻ കടന്നു പോകുന്നത് കൊണ്ട് എന്റെ ജീവിതത്തിൽ പരാജയമല്ല, എന്റെ ജീവിതത്തിൽ തോൽവിയല്ല, എന്റെ ജീവിതത്തിൽ ജയമാണ്. ഇതിനു വേണ്ടിയാണ് എന്നെ വിളിച്ചിരിക്കുന്നതെന്നുള്ള ഉറപ്പും ധൈര്യവും തമ്മിൽ ഉണ്ടാകട്ടെ. പകൽക്കാലം എന്നോട് നിങ്ങളോട് ദൈവത്തിന്റെ ആത്മാവ് ഇടപെടുകയാണ്. ഹല്ലേലൂയ. അപ്പോസ്തലന്മാർക്ക് ലഭിച്ച, അപ്പോസ്തലന്മാർ പ്രാപിച്ച അതേ ദൈവകൃപയില് ദൈവജനം മുന്നോട്ട് പോകുവാൻ ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുകയാണ്. വായിക്കാൻ നമുക്ക് 5-ാം അധ്യായം, ആമേൻ, പ്രൈസ് ദി ലോർഡ്, അതിന്റെ 12-ാം വാക്യത്തിൽ നിന്ന് വായിക്കാം. അപ്പോസ്തലന്മാരുടെ കയ്യാൽ ജനത്തിന്റെ ഇടയിൽ പല അടയാളങ്ങളും അത്ഭുതങ്ങളും നടന്നു. അവരെല്ലാവരും ഏക മനസ്സും ഏക മനസ്സോട് ശലോമോന്റെ മണ്ഡപത്തിൽ കൂടി വരിക പതിവായിരുന്നു. അപ്പൊ ദൈവത്തിന്റെ ദാസന്മാരുടെ കൈകളാൽ അത്ഭുതങ്ങളും അടയാളങ്ങളും വളരെ നടന്നുകൊണ്ടിരിക്കുക, വളരെ വീരപ്രവർത്തികൾ നടന്നുകൊണ്ടിരിക്കുക. അത് മാത്രമല്ല, ആ അത്ഭുതങ്ങളും അടയാളങ്ങളും വീരപ്രവർത്തികളും അവരിൽ നടക്കുമ്പോൾ തന്നെ അവരിൽ ഒരേ ഒരു മനസ്സായിരുന്നു. ഏക മനസ്സോട് ഏക അഭിപ്രായത്തോട് അവർ ദൈവ സാന്നിധ്യത്തിൽ കൂടി വന്ന് അവർ സന്തോഷിക്കുന്നവരായിരുന്നു. ഹല്ലേലൂയ. ഇന്ന് ദൈവസഭകളിൽ എന്തുകൊണ്ട് അത്ഭുതങ്ങളും അടയാളങ്ങളും നടക്കുന്നില്ല? ഹല്ലേലൂയ. ആമേൻ. എന്തുകൊണ്ടാണ് അത്ഭുതങ്ങളും അടയാളങ്ങളും നടക്കാതിരിക്കുന്നത്? ആമേൻ. ഒരുവർക്കൊരുവരെ കണ്ടുകൂടാത്ത, ഒരുവർക്കൊരുവരുടെ ശുശ്രൂഷ ആമേൻ സഹിക്കുവാൻ കഴിയാത്ത, ആമേൻ മറ്റുള്ളവരുടെ ശുശ്രൂഷയ്ക്ക് ആമേൻ കാണുമ്പോൾ ഉള്ളിൽ പല്ല് ഞെറുങ്ങുന്ന, അല്ലെങ്കിൽ ഹല്ലേലൂയ അപ്രകാരം ഒരു നിലവാരത്തിലേക്ക് ആത്മീയഗോളം മാറിയിരിക്കുക. ആമേൻ. 1-ാം നൂറ്റാണ്ടിൽ അങ്ങനെയല്ലായിരുന്നു. അവർ പറയുന്നതെല്ലാം എല്ലാവരും ഒന്നിച്ചനുസരിക്കുമായിരുന്നു. കാരണം അത്ര വലിയ വീരപ്രവർത്തികളാണ് അവരിലൂടെ ദൈവം ചെയ്തത്. കാരണം അവർ ഏക മനസ്സുള്ളവരായി ഏക അഭിപ്രായമുള്ളവരായിരുന്നു. അത് മാത്രമല്ല, അവർ ഒരുമനപ്പെട്ട് കൂടി വന്ന് പ്രാർത്ഥിക്കുന്നവരായിരുന്നു. 4-ാം അധ്യായം 29-ാം വാക്യം വായിക്കുമ്പോൾ, ഇപ്പോഴോ കർത്താവേ അവരുടെ ഭീഷണികളെ നോക്കണമേ, സൗഖ്യമാക്കുവാൻ നിന്റെ കൈ നീട്ടുന്നതിനാലും നിന്റെ പരിശുദ്ധദാസനായ യേശുവിന്റെ നാമത്തിൽ അടയാളങ്ങളും അത്ഭുതങ്ങളും ഉണ്ടാകുന്നതിനാലും നിന്റെ വചനം പൂർണ്ണ ധൈര്യത്തോട് പ്രസ്താവിപ്പാൻ നിന്റെ ദാസന്മാർക്ക് കൃപ നൽകണം. അവിടെ ഒറ്റ പ്രാർത്ഥനയാണ്. ഈ പ്രാർത്ഥന എന്താണ്? ഇപ്പോഴും കർത്താവേ മറ്റു ശത്രുവിന്റെ ഭീഷണികളെ അങ്ങ് നോക്കണമേ, അങ്ങ് നോക്കണമേ. ആമേൻ. അത് മാത്രമല്ല, അവർ പ്രാർത്ഥിച്ചത് സൗഖ്യമാക്കുവാൻ നിന്റെ കൈ നീട്ടണം. ഹല്ലേലൂയ. നിന്റെ പരിശുദ്ധദാസനായ യേശുവിന്റെ നാമത്തിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും നടക്കണം. ഞങ്ങളുടെ നാമത്തിലല്ല, ഞങ്ങളുടെ പ്രവൃത്തി കൊണ്ടല്ല, യേശുവിന്റെ നാമത്തിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും നടക്കണം. അത് മാത്രമല്ല, അപ്പാ അങ്ങയുടെ വചനം പൂർണ്ണ ധൈര്യത്തോട് സംസാരിപ്പാൻ നിന്റെ ദാസന്മാർക്ക് കൃപ നൽകണമേ എന്ന് അവർ ഇങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ അവർ കൂടിയിരുന്ന സ്ഥലം കുലുങ്ങി. ദൈവത്തിന്റെ ആത്മാവിന്റെ സാന്നിധ്യം അവർ കൂടിയിരുന്ന മേഖലകളിലേക്ക് ഇറങ്ങി വന്നു. എപ്പോഴോ അവർ ഒരു മനസ്സോട് പ്രാർത്ഥിക്കുവാൻ തുടങ്ങിയപ്പോൾ എങ്ങനെ പ്രാർത്ഥിച്ചു? കർത്താവേ യേശുവിന്റെ നാമത്തിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും വീരപ്രവർത്തികളും നടക്കണോ. അത് മാത്രമല്ല, നിന്റെ ദാസന്മാരായിരിക്കുന്ന ഞങ്ങൾക്ക് എല്ലാവർക്കും ദൈവവചനം സംസാരിപ്പാൻ അവിടുന്ന് കൃപ നൽകണമെന്ന് പ്രാർത്ഥിച്ചപ്പോൾ ഇന്ന് ആത്മീയ മണ്ഡലത്തിൽ പോരാണ്. ഒരുവൻ പ്രസംഗിക്കുന്ന പോലെ പ്രസംഗിക്കുമ്പോൾ ആമേൻ മറ്റൊരാൾക്ക് ഹല്ലേലൂയ അത് സഹിക്കുവാൻ കഴിയുന്നില്ല. അവര് ആമേൻ ഹല്ലേലൂയ ആമേൻ ഇവൻ എന്നെക്കാൾ വലിയവനായോ, എന്നെക്കാൾ വലുതാണോ എന്നുള്ള ചിന്ത അവരിലുണ്ടാവില്ല. എന്നാൽ ഹല്ലേലൂയ ആമേൻ 1-ാം നൂറ്റാണ്ടിലെ ദൈവസഭയില് അവർക്ക് ഏക അഭിപ്രായമായിരുന്നു. ഞാൻ വായിച്ച 12-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവർ കൂടി വരിക പതിവായിരുന്നു.
അടുത്ത 13-ാം വാക്യം. മറ്റുള്ളവരിൽ ആരും അവരോട് ചേരുവാൻ തുനിഞ്ഞില്ല. ജനമോ അവരെ പുകഴ്ത്തിപ്പോന്നു. മേൽക്കുമേൽ അനവധി പുരുഷന്മാരും സ്ത്രീകളും കർത്താവിൽ വിശ്വസിച്ച് ചേർന്നു വന്നു. രോഗികളെ പുറത്തു കൊണ്ടുവന്ന് പത്രോസ് കടന്നു പോകുമ്പോൾ അവന്റെ നിഴലെങ്കിലും തട്ടി അവരിൽ വല്ലവർക്കും സൗഖ്യമുണ്ടാകുവാൻ റോഡിന്റെ അരികുകളിൽ കിടത്തി. പ്രൈസ് ദി ലോർഡ്. 1-ാം നൂറ്റാണ്ടിലെ ദൈവപ്രവൃത്തിയുടെ ആഴം ഇന്ന് പകൽക്കാലം ദൈവജനമേ നാം ഒന്ന് തിരിച്ചറിയേണ്ടതായിട്ടുണ്ട്. ആമേൻ. ദൈവത്തിന്റെ അഭിഷിക്തനായ പത്രോസ് കടന്നു പോകുമ്പോൾ ഹല്ലേലൂയ ആമേൻ അനേക രോഗികളെ കൊണ്ടുവന്ന് താൻ കടന്നു പോകുന്ന വഴിയുടെ അരികിൽ കിടത്തുവാനിടയായി. എന്തിനു വേണ്ടിയാ? പത്രോസിന്റെ നിഴലെങ്കിലും തട്ടി ഈ രോഗികൾ സൗഖ്യമാകുവാൻ. ഹല്ലേലൂയ ആമേൻ. അവരിൽ വല്ലവരുടെ മേലും വീഴേണ്ടതിനും വീതികളിലും വിരിപ്പുമേലും കിടക്കമേലും കിടത്തി. ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ജനങ്ങളെ അനേകരെ കൊണ്ടുവന്ന് കിടത്തുവാൻ തുടങ്ങി. എന്തിനു വേണ്ടിയാണ്? പത്രോസ് ഒന്ന് തൊടണ്ട, പത്രോസ് കൽപ്പിക്കണ്ട, പത്രോസിന്റെ ആ നിഴൽ ഈ രോഗികളുടെ മേൽ തട്ടിയാൽ സൗഖ്യമുണ്ട്. അങ്ങനെ ഒരു വിശ്വാസം ജനത്തിന്റെ നടുവിലുണ്ടായി. കാരണം അത്രയേറെ വീരപ്രവർത്തികളാണ് ദൈവത്തിന്റെ ദാസന്മാരിലൂടെ നടന്നത്. സമയമില്ലാത്തത് കൊണ്ട് നമുക്ക് പെട്ടെന്ന് കടന്നു പോവാം. ഈ കാര്യങ്ങളെല്ലാം കണ്ട മഹാപുരോഹിതന്മാർക്കും സദൂക്യർക്കും പരീശന്മാർക്കും അവരോമേൽ കോപമുണ്ടായി. അവരോട് വൈരാഗ്യമുണ്ടായി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നാം 5-ന്റെ 16-ാമത്തെ വാക്യം കൊണ്ടൊന്ന് വായിച്ചേക്കാം. അതുകൂടാതെ യെരൂശലേമിന് ചുറ്റുമുള്ള പട്ടണങ്ങളിൽ നിന്ന് പുരുഷാരം വന്നുകൂടി രോഗികളെയൊക്കെയും അശുദ്ധാത്മാക്ക് ബാധിച്ചവരെയും കൊണ്ടുവരികയും അവരെല്ലാവരും സൗഖ്യം പ്രാപിക്കുകയും ചെയ്തു. പ്രൈസ് ദി ലോർഡ്. യെരൂശലേമിന് ചുറ്റിൽ നിന്നും ജനങ്ങള് കടന്നു വരാൻ തുടങ്ങി. എവിടേക്കാ? ദൈവത്തിന്റെ ദാസന്മാർ കൂടിയിരുന്നിടത്തേക്ക്. ആമേൻ. അവിടെയെല്ലാം അത്ഭുതങ്ങളും അടയാളങ്ങളും നടക്കുവാൻ തുടങ്ങി. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ദൈവജനമേ ഈ കാലഘട്ടത്തിലും ആമീൻ ദൈവസഭയിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും നടക്കുമ്പോൾ ദൈവത്തിന്റെ നാമത്തിന്റെ മഹത്വം നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്ത് വെളിപ്പെടുമ്പോൾ ഹല്ലേലൂയ അനേക ദേശങ്ങളിൽ അനേക പട്ടണങ്ങളിൽ അനേക ഗ്രാമങ്ങളിൽ ദൈവപ്രവൃത്തി നടക്കുമ്പോൾ ചുറ്റുപാടുമുള്ള അന്ധകാര ശക്തിക്ക് ഇരിക്കുവാൻ കഴിയുന്നില്ല. ചുറ്റുപാടുമുള്ള ജാതികമായിരിക്കുന്ന അല്ലെങ്കിൽ ദൈവവചനത്തിന് വിരോധമായി നിൽക്കുന്ന വ്യക്തിത്വങ്ങളോ ആ ദൈവജനത്തിന് വിരോധമായി ദൈവസഭയ്ക്ക് വിരോധമായി എഴുന്നേൽക്കുകയാണ്. എന്തുകൊണ്ടാണ്? ഈ നാമം ഇങ്ങനെ ഇവിടെയെല്ലാം പരത്തിയാൽ ഹല്ലേലൂയ ഇവിടെയുള്ള ജനങ്ങൾ മുഴുവൻ യേശുവിന്റെ നാമത്തിലേക്ക് വേർതിരിയപ്പെടുമെന്നുള്ള ഒരു ചിന്തയുണ്ടായി. ആമേൻ. ഹല്ലേലൂയ. അതുപോലെ 1-ാം നൂറ്റാണ്ടില് ദൈവസഭയ്ക്ക് വിരോധമായി ശത്രുക്കൾ എഴുന്നേറ്റു. വായിക്കാം 17-ാം വാക്യം. മഹാപുരോഹിതനും അസൂയ നിറഞ്ഞ് എഴുന്നേറ്റ് അപ്പോസ്തലന്മാരെ പിടിച്ച് പൊതു തടവിലാക്കി. വായിച്ചാട്ടെ. രാത്രിയിലോ കർത്താവിന്റെ ദൂതൻ കാരാഗ്രഹത്തിന്റെ വാതിൽ തുറന്നവരെ പുറത്തു കൊണ്ടുവന്നു. ശത്രു ഇതാ ദൈവത്തിന്റെ അഭിഷക്തന്മാര് കാരാഗ്രഹത്തിന്റെ അകത്തടച്ച്. എന്തിനാ? അസൂയ നിറഞ്ഞ് ദൈവപ്രവൃത്തി കണ്ടിട്ട് അസൂയ നിറഞ്ഞ് ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടുന്നത് കണ്ടിട്ട് അസൂയ നിറഞ്ഞ ദൈവത്തിന്റെ അഭിഷക്തന്മാരെ കാരാഗ്രഹത്തിന്റെ ഉള്ളറയിൽ അടച്ചു. എന്നാൽ സ്വർഗം അടങ്ങിയിരുന്നില്ല. സ്വർഗം തന്റെ ദൂതനെ അയച്ചു കാരാഗ്രഹത്തിന്റെ വാതിൽ തുറന്നു. പകൽക്കാലം എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവജനമേ, നിന്നെ ശത്രു ബന്ധിക്കുന്ന മണ്ഡലങ്ങളിൽ ബന്ധിച്ചൊതുക്കുവാൻ അവൻ പദ്ധതിയിട്ടുകൊണ്ട് പോരാടി അവൻ വെല്ലുവിളിക്കുമ്പോൾ അവൻ നിന്റെ അവകാശങ്ങളെ അവൻ അടച്ചുകൂട്ടുവാൻ പദ്ധതിയിടുമ്പോൾ അതിന്റെ നടുവിൽ നീ വിശ്വസ്തയോടാണോ നിൽക്കുന്നത്? നീ ഏക മനസ്സോടാണോ നിൽക്കുന്നത്? നിന്റെ നടുവിൽ ദൈവത്തിന്റെ ദൂതനെ
വിടുവിക്കുവാൻ സ്വർഗത്തിന് പദ്ധതിയുണ്ട്. നിന്റെ ബന്ധനങ്ങള്, ആ ബന്ധിച്ചിരിക്കുന്ന ബന്ധനങ്ങളിൽ നിന്ന് പുറത്തു കൊണ്ടുവരുവാൻ ദൈവത്തിന്റെ ആത്മാവ് ആഗ്രഹിക്കുക. ദൈവം അത് ആഗ്രഹിക്കുക. ഇന്ന് പകൽക്കാലം ദൈവീയ വിടുതൽ വേണ്ടി എത്ര ദൈവജനം കാത്തിരിക്കുന്നുണ്ട്. ശത്രു ഒതുക്കുവാൻ നോക്കുന്ന മണ്ഡലങ്ങളിൽ ദൈവം തന്റെ നീതി അയച്ച് വിടുവിപ്പാനിടയാകും. ഹല്ലേലൂയ. ദൈവത്തിന്റെ ദൂതൻ കാരാഗ്രഹത്തിന്റെ വാതിൽ തുറന്ന് അവരെ പുറത്തു കൊണ്ടുവന്നു. 20-ാം വാക്യം, നിങ്ങൾ ദേവാലയത്തിൽ ചെന്ന് ഈ ജീവന്റെ വചനം എല്ലാ ജനത്തോടും പ്രസ്താവിപ്പീൻ എന്ന് പറഞ്ഞു. അവർ കേട്ട് പുലർച്ചെ ദേവാലയത്തിൽ ചെന്ന് ഉപദേശിച്ചു കൊണ്ടിരുന്നു. അവരെ കാരാഗ്രഹത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവന്നിട്ട് എന്നാൽ ദൂതൻ പറയല്ല, പത്രോസേ മതി, നിങ്ങളാ ആമേ സ്വസ്ഥമായി വീട്ടിൽ പോകുന്നല്ല പറഞ്ഞത്. ആണോ? രാത്രിയുടെ യാമത്തിൽ പത്രോസിനെ ആ അപ്പസ്തോലന്മാരെ വെളിയിൽ കൊണ്ടുവന്നു. ഹല്ലേലൂയ. എന്നിട്ട് നിങ്ങൾ വീട്ടിൽ പോവെന്നല്ല പറഞ്ഞത്. എന്താണ് പറഞ്ഞത്? ആമീൻ. നിങ്ങൾ ദേവാലയത്തിൽ ചെല്ലണം. നിങ്ങൾ അടങ്ങിയിരിക്കരുതോ, നിങ്ങൾ പിന്മാറിപ്പോകരുതോ, നിങ്ങൾ ദേവാലയത്തിലേക്ക് പോകണം. ഈ ജീവന്റെ വചനം എല്ലാ ജനത്തോടും പറയണം. എല്ലാ ജനത്തോടും പറയണം. സുവിശേഷത്തിന്റെ സത്യവചനം നിങ്ങൾ എല്ലാ ജനത്തിന്റെ നടുവിൽ വിളിച്ചു പറയണം. കേൾക്കുവോ കേൾക്കാതിരിക്കുകയോ അത് അവരുടെ വിഷയം. അത് പറയേണ്ടത് നിങ്ങളുടെ വിഷയമാണ്, നിങ്ങളുടെ ആവശ്യമാണ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽക്കാലം ഇന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവജനമേ, ഈ കാലഘട്ടത്തിൽ ദൈവജനം ദൈവത്തിന്റെ വചനം വിളിച്ചു പറയേണ്ട ഒരു കാലഘട്ടമാണ്. മറ്റുള്ളവർ കേൾക്കുന്നുവോ കേൾക്കാതിരിക്കുന്നുവോ എന്നുള്ളത് ദൈവം നോക്കിക്കൊള്ളൂ. എന്നാൽ പറയുവാൻ ദൈവം നിന്നെ ആക്കി വച്ചിരിക്കുന്ന മേഖലകളിലോ പറയുവാൻ നീ സന്നദ്ധനാണോ? ഹല്ലേലൂയ. നിങ്ങൾ ഈ ജീവന്റെ വചനം എല്ലാവരോടും പറയുവീൻ എന്ന് പറഞ്ഞു. അവരത് കേട്ടിട്ട് പുലർച്ചയിൽ ദേവാലയത്തിൽ ചെന്ന് ഉപദേശിച്ചുകൊണ്ടിരുന്നു. അവരെ കാരാഗ്രഹത്തിൽ നിന്ന് കൊണ്ടുവരുവാൻ അടവിലേക്ക് ആളയച്ചു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. മഹാപുരോഹിതനും ആമേൻ കൂടെയുള്ള എല്ലാവരും ഇസ്രായേൽ മക്കളുടെ മൂപ്പന്മാരെയും ഇസ്രായേൽ സംഘത്തിന്റെ മൂപ്പന്മാരെ എല്ലാം വിളിച്ചു കൂട്ടി. ഹല്ലേലൂയ. ഇവിടെ മഹാപുരോഹിതനുണ്ട്, ആമേൻ, ന്യായാധിപതി സംഘമുണ്ട്, ഇസ്രായേൽ മക്കളുടെ മൂപ്പന്മാരുണ്ട്. ഈ മൂന്ന് കൂട്ടരും കൂടെ കൂടി ആളയച്ചു വിടുക. എവിടേക്കാ? കാരാഗ്രഹത്തിലേക്ക് പത്രോസിനെയൊക്കെ കൊണ്ടുവരുവാൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. അവരെ ആളയച്ച് കാരാഗ്രഹത്തിലേക്ക് വിട്ടു. എന്നാൽ ചേവകർ ചെന്നപ്പോൾ അവരെ കാരാഗ്രഹത്തിൽ കാണാതെ മടങ്ങി വന്നു. കാരാഗ്രഹം നല്ല സൂക്ഷ്മതയോട് കൂട്ടിയിരിക്കുന്നത് കണ്ടു. പ്രൈസ് ദി ലോർഡ്. അല്ലയോ ലോകത്തിന്റെ ന്യായാധിപതി സംഘമേ, നീ പൂട്ടുന്ന പൂട്ടിനെ തുറക്കുവാൻ കഴിയുന്ന ഒരു സ്വർഗമുണ്ട്. ഹല്ലേലൂയ. നിന്റെ കയ്യിലിരിക്കുന്ന ഡ്യൂപ്ലിക്കേറ്റ് താക്കോലാണ്, എന്നാൽ ഒറിജിനൽ താക്കോൽ ഉള്ളവൻ ആമേൻ പാതാളത്തിന്റെയും ആമേൻ സ്വർഗത്തിന്റെയും താക്കോൽ കരത്തിലുള്ളവനാ. ഏത് പൂട്ടിനെയും തുറക്കുവാൻ കഴിയും. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. നീ എത്ര ബന്ധിച്ച ഉള്ളറയില് അടച്ചു പൂട്ടി വെച്ചാലോ അതിന്റെ നടുവിൽ നിന്ന് ദൈവം തന്റെ ജനത്തെ പുറത്തു കൊണ്ടുവരോ, ദൈവം തന്റെ മക്കളെ വിടുവിക്കോ എന്ന് പകൽക്കാലം. ആമേൻ. ഹല്ലേലൂയ. നീ നാളുകളായി ഏതെങ്കിലും ബന്ധനത്തിലൂടെ കടന്നു പോകുന്നെങ്കിൽ, ഏതെങ്കിലും ശത്രുവിന്റെ പദ്ധതികൾ നിനക്കെതിരായി പോരാടിക്കൊണ്ട് നാളുകളായി വെല്ലുവിളിച്ച് നിന്റെ കുടുംബത്തിനെതിരായി, നിന്റെ തലമുറയ്ക്കെതിരായി, നിന്റേതായ പ്രവൃത്തികൾക്കെതിരായി വാദിക്കുന്ന മണ്ഡലങ്ങൾ നിനക്കെതിരായി പോരാടി നിൽക്കുന്നുവെങ്കിൽ ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ പൈതല് ദൈവത്തിലേക്ക് ആഴമായി ഒന്ന് വിശ്വസിച്ച് ആഴമായി നീ അവന്റെ അടുക്കലേക്ക് ഒന്ന് ഇറങ്ങി ചെല്ലുവാൻ ഇന്ന് പകൽക്കാലം തയ്യാറാകുമല്ലോ. നിനക്ക് വേണ്ടി നിന്നെ ശത്രു ബന്ധിച്ച സകല ബന്ധനങ്ങളെ മാനിച്ചു നിന്നെ സ്വതന്ത്രനായി പുറത്തു കൊണ്ടുവരുവാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. ആമേൻ.
ഹല്ലേലൂയ. ഇവര് നോക്കുമ്പോ കാരാഗ്രഹമൊക്കെ സൂക്ഷ്മമായി പൂട്ടിയിരിക്കുകയാണ്. എന്നാൽ പത്രോസിനെ ഒന്നും കണ്ടില്ല. വായിച്ചാൽ 25-ാം വാക്യം വായിക്കാം. അപ്പോൾ ഒരുത്തൻ വന്ന്, നിങ്ങൾ തടവിലാക്കിയ പുരുഷന്മാർ ദേവാലയത്തിൽ നിന്നുകൊണ്ട് ജനത്തെ ഉപദേശിക്കുന്നുവെന്ന് ബോധിപ്പിച്ചു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇവർ പരിഭ്രാന്തിപ്പെട്ടിരിക്കുകയാണ്. കാരാഗ്രഹം പൂട്ടിക്കിടക്കുമ്പോൾ എങ്ങനെയാണ് കാരാഗ്രഹത്തിന്റെ ഉള്ളറയിലാക്കിയവർ പുറത്തു വന്നത്? പ്രൈസ് ദി ലോർഡ്. അവിടെ ചിന്തയിലോ എങ്ങനെ ഇവർ പുറത്തു വന്നു? ഹല്ലേലൂയ. ചിന്തിച്ചിരിക്കുമ്പോൾ ഒരുത്തൻ ഓടി വന്ന് പറയാണ്, നിങ്ങൾ കഴിഞ്ഞ ദിവസം രാത്രിയിൽ കഴിഞ്ഞ ദിനത്തിൽ നിങ്ങൾ കാരാഗ്രഹത്തിൽ അടച്ചുപൂട്ടിയ ആ മനുഷ്യരിതാ ദേവാലയത്തിൽ നിന്നുകൊണ്ട്, നിങ്ങളുടെ ആലയത്തിൽ നിന്നുകൊണ്ട് തന്നെ ജനത്തോട് പ്രബോധിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഹല്ലേലൂയ. ശത്രുവേ, നീ എവിടെ പ്രസംഗിക്കരുതെന്ന് പറഞ്ഞുവോ, എവിടെ കർത്താവിന്റെ നാമം ഉയർത്തരുതെന്ന് പറഞ്ഞ് അവരെ തകർക്കുവാൻ പദ്ധതിയിട്ടു, നിന്റെ പദ്ധതിയുള്ള ആലയത്തിൽ തന്നെ വന്നു നിന്ന് അവർ ജനത്തോട് ഈ സ്വർഗരാജ്യത്തിന്റെ സുവിശേഷം അറിയിക്കുകയാണ്. ആമേൻ. ഒരുത്തൻ എന്ന് പറയാണ്, അവരിതാ ദേവാലയത്തിൽ നിന്നുകൊണ്ട് ജനത്തോട് ഉപദേശിക്കുന്നുവെന്ന് ആമേൻ ബോധിപ്പിച്ചു. ആമേൻ. പടനായകന് കേവകരുമായി ചെന്ന് ജനം കല്ലെറിയുമെന്ന് ഭയപ്പെടുകയാൽ ബലാത്കാരം ചെയ്യാതെ അവരെ കൂട്ടിക്കൊണ്ടുവന്നു. 28-ാം വാക്യം വായിക്കാം. അവരോട് ഈ നാമത്തിൽ ഉപദേശിക്കരുതെന്നും ഞങ്ങൾ നിങ്ങളോട് അമർച്ചയായി കൽപ്പിച്ചുവല്ലോ. നിങ്ങളോ യെരൂശലേമിനെ നിങ്ങളുടെ ഉപദേശം കൊണ്ട് നിറച്ചു. ആ മനുഷ്യന്റെ രക്തം ഞങ്ങളുടെ മേൽ വരുത്തുവാൻ ഇച്ഛിക്കുന്നു എന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. മഹാപുരോഹിതന്മാരും ന്യായാധിപതി സംഘവും ഇസ്രായേലിന്റെ മൂപ്പന്മാരും വന്ന് ഇവരോട് പറയാണ്, നിങ്ങളോട് ഈ നാമത്തെ കുറിച്ച് ഉപദേശിക്കരുതെന്ന് ഞങ്ങൾ നിങ്ങളോട് അമർച്ചയായി കൽപ്പിച്ചിട്ടില്ലേ? ഇത് നിങ്ങൾ പ്രസംഗിക്കരുത്, യേശുവിന്റെ നാമം പ്രസംഗിക്കരുത്, യേശു എന്ന ആ ശബ്ദം ഉയർത്തരുത്. ഹല്ലേലൂയ. എന്നാൽ നിങ്ങൾ എന്ത് ചെയ്തത്? നിങ്ങൾ യെരൂശലേമിനെ നിങ്ങളുടെ ഉപദേശം കൊണ്ട്, യേശു എന്ന ഉപദേശം കൊണ്ട് നിറച്ചു. അത് മാത്രമല്ല, യേശുവിന്റെ രക്തം ഞങ്ങളുടെ മേൽ വരുത്തുവാൻ നിങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുകയാ. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം യേശുവിന്റെ നാമം കേൾക്കുന്നിടത്ത് ദുഷ്ട സജ്ജീകരിക്കുവാൻ കഴിയത്തില്ല, ദുഷ്ട പിശാചിന് ഇരിപ്പാൻ കഴിയത്തില്ല. യേശുവിന്റെ നാമം എവിടെ പറയപ്പെടുന്നു അവിടെ മറ്റുള്ളവർ എതിർപ്പാൻ തുടങ്ങും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കാരണം പിശാച് ഭയപ്പെടുന്ന ഒരേ ഒരു നാമം, ഏത് നാമം? യേശുവിന്റെ നാമം. സ്വർഗം കൊടുത്തിരിക്കുന്ന മറ്റു വേറൊരു നാമമില്ല. ഹല്ലേലൂയ. എല്ലാ നാമത്തിനും മേലായി കൊടുത്തിരിക്കുന്ന ഒരേ ഒരു നാമം. പിതാവാം ദൈവത്തിന്റെ നാമമോ ദൂതന്മാരുടെ നാമമോ പരിശുദ്ധാത്മാവിന്റെ നാമമോ ഒന്നുമില്ല. യേശുവിന്റെ നാമമാണ് സ്വർലോകയുടെയും ഭൂലോകയുടെയും അധോലോകയുടെയും മുഴങ്ങാൻ മടങ്ങുന്നത്. ആ നാമത്തിൽ ആമേൻ പറയുമ്പോൾ ശത്രു അടങ്ങിയിരിപ്പാൻ കഴിയുന്നില്ല. പ്രൈസ് ദി ലോർഡ്. ഇവിടെ അതാണ് സംഭവിച്ചത്. ഹല്ലേലൂയ. ഇവർ പറയുകയാണ്, ഞങ്ങൾ നിങ്ങളോട് കൽപ്പിച്ചിട്ട് നിങ്ങൾ യേശു എന്ന പേര് കൊണ്ട് നിങ്ങൾ ഇസ്രായേലിനെ മുഴുവൻ നിറച്ചിരിക്കുക, യെരൂശലേമിനെ മുഴുവൻ നിങ്ങൾ നിറച്ചിരിക്കുക. അത് മാത്രമല്ല, ആമേൻ, യേശുവിന്റെ രക്തം ഞങ്ങളുടെ മേൽ വരുത്തുവാൻ നിങ്ങൾ നോക്കി. ആ മനുഷ്യന്റെ രക്തം, അവർ പറയാം, ആ മനുഷ്യന്റെ രക്തം ഞങ്ങളുടെ മേൽ വരുത്തുവാൻ നിങ്ങൾ നോക്കുകയാണ്. ഹല്ലേലൂയ. ഈ ഭൂമിയിൽ കടന്നു വന്ന 30 വയസ്സ് വരെ മനുഷ്യനായി ജീവിച്ച് 30ാമത്തെ വയസ്സിൽ യോഹന്നാന് കഴിക്കില്ല. ഞാൻ സ്നാനപ്പെട്ട ദൈവപുത്രൻ എന്ന് വെളിപ്പെട്ട 3.5 വർഷക്കാലം പരസ്യ ശുശ്രൂഷ ചെയ്ത് അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്ത് മരിച്ചവരെ ഉയർപ്പിച്ച് കുഷ്ഠരോഗികളെ സൗഖ്യമാക്കി അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്ത് മരിച്ച് അടക്കപ്പെട്ട് 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റ യേശുവിനെ ഇപ്പോഴും അവർ ദൈവമെന്ന് അംഗീകരിപ്പാൻ കഴിയുന്നില്ല. ഹല്ലേലൂയ. അന്നുണ്ടായിരുന്ന പുരോഹിതവർഗത്തിന് യേശു ദൈവമാണെന്ന് അംഗീകരിപ്പാൻ കഴിയുന്നില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. അവർ പറയുന്നത് ആ മനുഷ്യന്റെ രക്തം കൊണ്ട്
നിങ്ങൾ ആമേൻ ഞങ്ങളുടെ മേൽ വരുത്തുവാൻ നോക്കുന്നു എന്ന് പറഞ്ഞു. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. സമയം കടന്നു പോകുന്നത് കൊണ്ട് അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. പത്രോസ് പറയുവാനിടയായി, ആമേൻ, നിങ്ങൾ മരത്തിൽ, 30-ാമത്തെ വാക്യം, നിങ്ങൾ മരത്തിൽ തൂക്കിക്കൊന്ന യേശുവിനെ നമ്മുടെ പിതാക്കന്മാരുടെ ദൈവം ഉയർപ്പിച്ചു. ഇസ്രായേലിന്റെ മാനസാന്തരവും പാപമോചനവും നൽകുവാൻ ദൈവം അവനെ പ്രഭുവായും രക്ഷിതാവായും തന്റെ വലങ്കയ്യാൽ ഉയർത്തിയിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. മഹാപുരോഹിതന്മാരെയോ മൂപ്പന്മാരുടെ സംഘത്തെയോ ആമേൻ ന്യായാധിപതി സംഘത്തെയോ ഭയപ്പെടാതെ പത്രോസ് വിളിച്ചു പറയുക. എന്താ വിളിച്ചു പറഞ്ഞത്? നിങ്ങൾ മരത്തിന്മേൽ തൂക്കിക്കൊന്ന, ഹല്ലേലൂയ, അല്ലയോ ന്യായാധിപതി സംഘമേ, അല്ലയോ പുരോഹിത വർഗമേ, നിങ്ങൾ മരത്തിന്മേൽ തൂക്കിക്കൊന്ന ഈ യേശുവിനെ ദൈവം ഉയർപ്പിച്ചു. ആമേൻ. ഉയർപ്പിക്കുക മാത്രമല്ല, ഇസ്രായേലിന് മാനസാന്തരവും പാപമോചനവും നൽകുവാൻ തക്കവണ്ണം ദൈവം അവനെ പ്രഭുവായും രക്ഷിതാവുമായി തന്റെ വലങ്കയ്യാൽ ഉയർത്തി വെച്ചിരിക്കുന്നു. നിങ്ങൾ താഴ്ത്തുവാൻ നോക്കുന്ന യേശുവിനെ, ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ, പ്രഭുവായും രക്ഷിതാവായി സ്വർഗം തന്റെ വലങ്കയ്യാൽ ഉയർത്തി വെച്ചിരിക്കുന്നു. ഈ യേശുവിന്റെ നാമം നിങ്ങൾ പറയരുതെന്ന് ഞങ്ങളോട് പറയുമ്പോൾ, ഹല്ലേലൂയ, പിതാവാം ദൈവം യേശുവിനെ ഉയർത്തി വെച്ചിരിക്കുക. എങ്ങനെയാണ്? എപ്രകാരമാണ് വെച്ചിരിക്കുന്നത്? ആമേൻ. ഇസ്രായേലിനും മാനസാന്തരവും പാപമോചനവും നൽകുവാൻ, ഹല്ലേലൂയ, ഇസ്രായേലിലുള്ള ജനത്തിനും മാനസാന്തരാനുഭവവും പാപമോചനം കൊടുക്കുവാൻ ദൈവം അവനെ പ്രഭുവായും രക്ഷിതാവായും തന്റെ വലങ്കയ്യാൽ ഉയർത്തി വെച്ചിരിക്കുക. പ്രൈസ് ദി ലോർഡ്. ഒന്ന് യേശുവിനെ പ്രഭുവാക്കി ദൈവം വെച്ചിരിക്കുന്നു. അത് മാത്രമല്ല, രക്ഷിതാവായി, രക്ഷകനായി പിതാവാം ദൈവം തന്റെ വലങ്കയ്യാൽ ഉയർത്തി വെച്ചിരിക്കുകയാണ്. ആമേൻ. ഹല്ലേലൂയ. വായിക്കാം 33. ഇത് കേട്ടപ്പോൾ അവർ കോപപരവശരായി, ആമേൻ, ഉള്ള സത്യത്തെ വിളിച്ചു പറഞ്ഞപ്പോൾ, ഹല്ലേലൂയ, ആമേൻ, ദൈവത്തിന്റെ പ്രവൃത്തിയുടെ കരത്തെ കുറിച്ച് അവർ വിളിച്ചു പറഞ്ഞപ്പോൾ ശത്രുക്കൾ കോപപരവശരായി, അവരെ ഒടുക്കിക്കളയുവാൻ ഭാവിച്ചു, അവരെ തകർത്തു കളയുവാൻ, ഭൂമിയിൽ നിന്ന് മാറ്റിക്കളയുവാൻ, ഹല്ലേലൂയ, ശത്രു പദ്ധതിയിട്ടു. എപ്പോൾ? ദൈവത്തിന്റെ മഹത്വത്തെ കുറിച്ച് വെളിപ്പെടുത്തിയപ്പോൾ. ആമേൻ. എല്ലാ കാലഘട്ടത്തിലും ദൈവത്തിന്റെ നാമത്തെ ഉയർത്തുന്നവർക്കെതിരായി ശത്രു തകർക്കുവാൻ പദ്ധതി ഇട്ടുകൊണ്ടുവരും. ഹല്ലേലൂയ. എന്നാൽ ശത്രുവിന്റെ എല്ലാ പദ്ധതികളെ പരാജയപ്പെടുത്തിക്കൊണ്ട് ദൈവത്തിന്റെ കരം തന്റെ ദാസന്മാരെ താങ്ങി നടത്തും, എന്റെ ദാസിമാരെ താങ്ങി നടത്തും. ഹല്ലേലൂയ. ശത്രു നമ്മെ ഒടുക്കി കളയുമെന്ന് പറയുമ്പോൾ, ശത്രു നമ്മെ തകർത്തു കളയുമെന്ന് പറയുമ്പോൾ സ്വർഗം പറയില്ല, ഒരിക്കൽ നിന്നെ തൊടുവാൻ കഴിയത്തില്ല, നിനക്കെതിരായി എന്തെങ്കിലുമൊക്കെ പറയുവാനേ കഴിയത്തുള്ളൂ, അല്ല നിന്നെ അടിക്കുവാനേ കഴിയത്തുള്ളൂ, നിന്നെ ഉപദ്രവിക്കുവാനേ കഴിയത്തുള്ളൂ. എന്നാൽ ശത്രുവിന് ഒരിക്കലും നിന്റെ മേൽ ജയമെടുക്കുവാൻ കഴിയത്തില്ല എന്ന് സ്വർഗം വിളിച്ചു പറയും. സത്യത്തെ പറയുന്നവന് വിരോധമായാണ് എപ്പോഴും ശത്രു എതിരായി കടന്നു വരുന്നത്. സത്യമായ കാര്യങ്ങൾ വിളിച്ചു പറയുന്നവന് വിരോധമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവിടെ ദൈവത്തിന്റെ ദാസന്മാർ സത്യം വിളിച്ചു പറഞ്ഞു. നിങ്ങൾ മരത്തിൽ തൂക്കിക്കൊന്ന ഈ യേശുവിനെ ദൈവം ഉയർത്തെഴുന്നേൽപ്പിച്ചു. നിങ്ങൾ അവനെ ഇനിയും അവൻ ജീവനോട് ഇരിക്കരുതെന്ന് പറഞ്ഞാണ് നിങ്ങൾ തകർത്തത്, ക്രൂശിൽ തറച്ചു വന്നത്. എന്നാൽ ദൈവം ക്രൂശിൽ നിന്ന് മരിച്ച യേശുവിനെ ഉയർത്തെഴുന്നേൽപ്പിച്ചു. ഉയർത്തെഴുന്നേൽപ്പിക്കുക മാത്രമല്ല, ഇസ്രായേലിന് പാപമോചനവും മാനസാന്തരവും വരുത്തുവാൻ അവനെ പ്രഭുവായും രക്ഷകനായും മാറ്റിവെച്ചു. ഹല്ലേലൂയ. ഇസ്രായേൽ ജനത്തിന്റെ മാനസാന്തരത്തിന് വേണ്ടി ദൈവം മരിച്ചവരിൽ നിന്ന് യേശുവിനെ ഉയർപ്പിച്ചെഴുന്നേറ്റാക്കി വെച്ചിരിക്കുകയാണ്. ഹല്ലേലൂയ. അവർക്ക് പാപമോചനം വരുത്തുവാൻ യേശുവിനെ അവരുടെ മേൽ
പ്രഭുവായി സ്വർഗത്തിലെ ദൈവമാക്കി വെച്ചിരിക്കുകയാ. ഹല്ലേലൂയ. പിതാവാം ദൈവം തന്റെ വലങ്കരത്തിനാലാണ് യേശുവിനെ ഉയർത്തി വെച്ചിരിക്കുന്നത്. Praise God. Hallelujah. ശത്രുവേ, നിന്റെ പദ്ധതികളൊന്നും ഇവിടെ വിജയിക്കത്തില്ല. Yes, Amen. Lord. Hallelujah. ഹല്ലേലൂയ. Thank you, Lord. നിങ്ങൾ എത്ര പ്ലാൻ ഇട്ടാലും അടിച്ചമർത്തിയാലും ഇത് സംസാരിക്കണമെന്ന് പറഞ്ഞാലും ഇത് വളരുന്ന മാർഗമാണ്. Praise the Lord. ഹല്ലേലൂയ. ഈ 2000 വർഷം കൊണ്ട് നമ്മൾ ലോക ചരിത്രം എടുത്തു പഠിച്ചാൽ ക്രിസ്തുവിന്റെ മാർഗക്കാരെ തകർത്തു കളയുവാൻ അനേക രാജാക്കന്മാർ എഴുന്നേറ്റു. ന്യൂറോ ചക്രവർത്തിയൊക്കെ ദൈവജനത്തിന് വിരോധമായി എഴുന്നേറ്റ ശക്തനായ ആളുകളായിരുന്നു. ഹല്ലേലൂയ. അനേക ഭക്തന്മാരെ തുണികൾ ചുറ്റി അവിടെ ശരീരത്തിലൂടെ എണ്ണ ഒഴിച്ചിട്ട് ഹല്ലേലൂയ തീ കൊളുത്തി പച്ച മാംസം ഉരുകി ഇറങ്ങുന്നത് കണ്ട് ഇന്ന് അവർ അവരുടേതായ ആൾക്കാർ ചേർന്ന് മദ്യപിച്ച് ഉല്ലസിച്ചാണെന്നു. അനേകരെ ഈർച്ചവാളിനാൽ അറുത്തുവിട്ടു. അനേകരെ തിളച്ചുകൊണ്ടിരിക്കുന്ന എണ്ണയിലേക്ക് ഇട്ട് അവരെ എരിച്ചു കളഞ്ഞു. എന്നെല്ലാം പ്രതികൂലം ചെയ്തിട്ടു ലക്ഷങ്ങളെ വാളിനാൽ വെട്ടി വീഴ്ത്തി കുതിരയുടെ കുളമ്പ് അടിയോളം ഉയരത്തില് ആമേൻ രക്തം ഒഴുകുവാനിടയാ. ഭക്തന്മാരുടെ അവിടെ ഒന്നും ഹല്ലേലൂയ യേശുവിന്റെ നാമം തകർത്തുകളയുവാൻ കഴിയും. ചിലരെയൊക്കെ കൊന്നൊടുക്കുവാനോ ചിലരെയൊക്കെ പരാജയപ്പെടുത്തുവാനോ ചിലരെയൊക്കെ അടിച്ച് നിന്ദിതരായി വിടുവാനോ ചിലരെ കൊണ്ട് കഴിഞ്ഞുള്ളൂ. എന്നാൽ യേശുവിന്റെ നാമത്തെ തകർത്തു കളയുവാൻ കഴിഞ്ഞിട്ടില്ല. ഹല്ലേലൂയ. കഴിഞ്ഞ 100 വർഷമായി ഇന്ത്യ മഹാരാജ്യത്ത് സുവിശേഷത്തിന്റെ തീനാളം കത്തിയിട്ട് ഈ 100 വർഷമായി ഈ നാമത്തെ തകർക്കുവാൻ തക്കവണ്ണം ശത്രു കൊണ്ടുവന്ന പദ്ധതികൾ വെല്ലുവിളികള് എത്രയോ ആയിരക്കണക്കിന് ഭക്തന്മാരെ കൊന്നൊടുക്കി. ആയിരക്കണക്കിന് ഭക്തന്മാരുടെ രക്തം ഈ മണ്ണിൽ ചീഞ്ഞ്. എന്നാൽ ഈ നാമം നിന്നുപോയില്ല. ഈ പ്രവർത്തനം നിന്നുപോയില്ല. ഇത് ശക്തിയോട് എവിടെ കൊല്ലുന്നു അവിടെ ആയിരങ്ങൾ എഴുന്നേൽക്കുകയാണ്. എന്തിനു വേണ്ടി? യേശുവിനെ പ്രസംഗിക്കുവാൻ. എവിടെയാണ് അമർച്ച ചെയ്യുന്നത് അവിടെ ആയിരങ്ങൾ എഴുന്നേറ്റുകൊണ്ടിരിക്കുക. ഇവിടെ ഇത് പത്രോസ് വെളിപ്പെടുത്തുമ്പോൾ ആമേൻ ഇത് കേട്ടപ്പോൾ അവർ കോപപരവശരായി അവരെ ഒടുക്കി കളയുവാൻ ഭാവിച്ചു. പ്രൈസ് ദി ലോർഡ്. അവരെ തകർത്തു കളയുവാൻ ആമേൻ അവരെ ഇനി ഭൂമിയിൽ വെക്കേണ്ട എന്നൊരു അഭിപ്രായം അവരുടെ ഉള്ളിൽ ഉണ്ടായി. എന്നാൽ അതിന്റെ നടുവിൽ ഒരുവൻ 34-ാം വാക്യം അപ്പോൾ സർവജനത്തിനും ബഹുമാനമുള്ള ധർമ്മ ഉപദേഷ്ടാവായ ഗമാലിയേൽ എന്നൊരു പരീശൻ ന്യായാധിപതി സംഘത്തിൽ നിന്ന് എഴുന്നേറ്റ് അവരെ കുറെ നേരത്തേക്ക് പുറത്താക്കുവാൻ കൽപ്പിച്ചു. ആമേൻ. മഹാപുരോഹിതന്മാരും ന്യായശാസ്ത്രിമാരും ഇസ്രായേലിന്റെ മൂപ്പന്മാരോട് ദൈവത്തിന്റെ ദാസന്മാർ സത്യത്തെ വിളിച്ചു പറയുമ്പോൾ ഹല്ലേലൂയ യേശുവിന്റെ നാമത്തെ പരാജയപ്പെടുത്തുവാൻ നിങ്ങൾക്ക് കഴിയത്തില്ല. യേശുവിന്റെ നാമത്തെ നിർമ്മൂലമാക്കുവാൻ നിങ്ങൾക്ക് കഴിയത്തില്ല. പിതാവാം ദൈവം തന്നെ വലങ്കര കൊണ്ട് യേശുവിനെ പ്രഭുവായും രക്ഷകനായും ഇസ്രായേലിന്റെ പാപമോചനത്തിനും ഇസ്രായേലിന്റെ മാനസാന്തരത്തിനു വേണ്ടി അവിടുന്ന് ഉയർത്തി വെച്ചിരിക്കുന്നു വിളിച്ചു പറഞ്ഞപ്പോൾ ഇവരെ തകർന്നു കളയുവാൻ പദ്ധതിയിട്ട അതിന്റെ നടുവിൽ തന്നെ ഒരു ന്യായാധിപതിയെ ദൈവം എഴുന്നേൽപ്പിച്ചു. ദൈവം തക്ക സമയത്ത് തന്റെ കരങ്ങളെ എന്ത് ചെയ്യും? തന്റെ ജനത്തിന് വേണ്ടി നീട്ടും. പ്രൈസ് ദി ലോർഡ്. എന്തിനു വേണ്ടിയാണ് ഇവന്റെ ഉള്ളത്തില് ഒരു ചിന്ത വന്നത്? ഹല്ലേലൂയ. ഇവൻ ആരാണ്? അവിടെ നമ്മൾ വായിച്ച അപ്പോൾ സർവജനത്തിനും ബഹുമാനമുള്ളതും ധർമ്മ ഉപദേഷ്ടാവായ ഗമാലിയേൽ എന്നൊരു പരീശൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. അവൻ പരീശനാണ്, അവൻ ഉപദേഷ്ടാവാണ്. ആമേൻ. സർവജനത്തിനും ആമേൻ പ്രൈസ് ദി ലോർഡ് ബഹുമാനമുള്ള ഒരുവനാണ്. അവനെ ദൈവം എഴുന്നേൽപ്പിച്ചു. അവൻ പറഞ്ഞു ഇവരെ കുറച്ചു നേരം
പുറത്തേക്ക് കൊണ്ടുപോകും. ഹല്ലേലൂയ. നിങ്ങൾ ഇപ്പൊ അവരെ തകർത്ത് കളയുവാനൊന്നും പദ്ധതി ഇടണ്ട. നിങ്ങൾ ഇപ്പുറം അവരെ ഇല്ലാതെയാക്കുവാനൊന്നും നിങ്ങൾ നോക്കണ്ട. ആമീൻ. കുറച്ചു നേരത്തേക്ക് നിങ്ങൾ ശാന്തമാകുന്നു പറഞ്ഞ് ആമീൻ അവരെ പുറത്തേക്ക് കൊണ്ടുപോയി. എന്നിട്ട് 25-ാം വാക്യം, പിന്നെ അവൻ അവരോട് ഇസ്രായേൽ പുരുഷന്മാരെ, ഈ മനുഷ്യരുടെ കാര്യത്തിൽ നിങ്ങൾ എന്ത് ചെയ്യുവാൻ പോകുന്നുവെന്നോ നിങ്ങൾ സൂക്ഷിച്ചോ. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. ശത്രുവിന്റെ നടുവിൽ നിന്ന് ഒരുത്തനെ നീ എഴുന്നേൽപ്പിച്ചോ അവനെ കൊണ്ട് വിളിച്ചു പറയിപ്പിക്കുകയാണോ? ഈ മനുഷ്യരുടെ കാര്യത്തിൽ നിങ്ങൾ എന്താണ് ചെയ്യാൻ പോകുന്നത്? നിങ്ങൾ അവരെ ഒടുക്കി കളയുവാൻ ഭാവിക്കുകയാണോ? ആമേൻ. ഹല്ലേലൂയ. ഈ മനുഷ്യരുടെ കാര്യത്തിൽ നിങ്ങൾ എന്ത് ചെയ്യുവാൻ പോകുന്നത്? സൂക്ഷിച്ചു കൊള്ളുക. നാളുകൾക്ക് മുമ്പേ ദൂദാസ് എന്നവൻ എഴുന്നേറ്റ് താൻ മഹാൻ എന്ന് നടിച്ചു. ആമേൻ. സമയമില്ലാത്തതുകൊണ്ട് അവിടെ ചില ആളുകളെ കുറിച്ച് അവിടെ വെളിപ്പെടുത്തും. 38-ാം വാക്യം വായിക്കാം. ആകയാൽ ഈ മനുഷ്യരെ വിട്ട് ഒഴിഞ്ഞുകൊള്ളുവിൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. ഇവിടെ ഈ ഗമാലിയേൽ, ആമേൻ, പ്രൈസ്, ഗമാലിയേൽ എന്ന പരീശൻ ഇവരോട് പറയുകയാണോ ഈ ജനത്തെ വിട്ടൊഴിയ. ഹല്ലേലൂയ. ഈ മനുഷ്യരെ നിങ്ങൾ എന്തോ ചെയ്യണം? വിട്ടൊഴിഞ്ഞുകൊള്ളുവീൻ എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ഹല്ലേലൂയ. അടുത്തത് ഈ ആലോചന എന്താ നീ വായിക്കുന്ന 39, 38. ഈ ആലോചനയോ പ്രവൃത്തിയോ മാനുഷികമെന്ന് വരികിൽ അത് നശിച്ചു പോകും. ഈ ആലോചനയോ പ്രവൃത്തിയോ മാനുഷ്യമെന്ന് വരെങ്കിൽ അത് നശിച്ചു പോകും. ഈ ഗമാലിയേൽ എഴുന്നേറ്റ് പറയുകയാണോ ഈ മനുഷ്യരെ നിങ്ങൾ വിട്ടൊഴി. ആമേൻ. അതിന്റെ ഇടയിലുള്ള വാക്യങ്ങൾ ആ വ്യക്തി ചിലരെ കാര്യങ്ങളെ പരിചയപ്പെടുത്തി. ഹല്ലേലൂയ. എന്നിട്ട് പറയാണ് ഈ ശിഷ്യന്മാരെ അല്ലെങ്കിൽ ഈ മനുഷ്യരെ നിങ്ങൾ എന്ത് ചെയ്യണം? വിട്ടൊഴിഞ്ഞു കൊള്ളണം എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞിട്ട് പറയാണ് ഈ ആലോചനയോ പ്രവൃത്തിയോ മാനുഷ്യമെന്ന് വരികിൽ അത് നശിച്ചു പോകും. ഇത് മാനുഷ്യമാണെങ്കിൽ ഇത് നശിച്ചു പോകും. ഇവര് ചെയ്യുന്ന ഈ പ്രവൃത്തികളൊന്നും നിലനിൽക്കത്തില്ല. ഹല്ലേലൂയ. അടുത്തത് ദൈവീയമെങ്കിലോ നിങ്ങൾക്കത് നശിപ്പിക്കാൻ കഴിയത്തില്ല. ഇത് ദൈവീയമായ പ്രവൃത്തിയാണ്. ഇവർ ചെയ്യുന്ന അത്ഭുതങ്ങളും അടയാളങ്ങളും. ആമേൻ. 5-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. അനന്യാസ് എന്നൊരു മനുഷ്യൻ തന്റെ നിലം വിറ്റ് ആമേൻ ആ പണവുമായിട്ട് പത്രോസിന്റെ അടുക്കൽ വന്നു. ഹല്ലേലൂയ. പത്രോസ് പറഞ്ഞിട്ടൊന്നുമല്ല വിറ്റിട്ട് വന്നത്. അന്നത്തെ കാലത്ത് അവരെല്ലാവരും ഒന്നിച്ച് എല്ലാം വിറ്റ് പൊതുവകയായി എണ്ണിയതുകൊണ്ട് വിട്ടിട്ട് വന്നു. എന്നാൽ പത്രോസിനെ ചോദിച്ചു, അനന്യാസേ ഇത്രയാണോ ഈ സ്ഥലം വിറ്റത്? 1-ാം വാക്യം ഒന്ന് വായിച്ചാൽ 5-1 വായിച്ചാട്ടെ. അനന്യാസ് എന്ന പേരുള്ള ഒരു പുരുഷൻ തന്റെ ഭാര്യയായ സമീരയുടെ കൂടെ നിലം വിറ്റ് ഭാര്യയുടെ അറിവോട് വിലയിൽ കുറെ എടുത്ത് ഒരംശം കൊണ്ടുവന്ന് അപ്പസ്തോലന്മാരുടെ കാൽക്കൽ വെച്ചു. അപ്പോൾ പത്രോസ്, അനന്യാസേ, പരിശുദ്ധാത്മാവിനോട് യാചന കാണിപ്പാൻ ആമേൻ നിലത്തിന്റെ വിലയിൽ കുറെ എടുത്ത് വെപ്പാനും സാത്താൻ നിന്റെ ഹൃദയത്തെ കൈവശമാക്കിയത് എന്ത്? പത്രോസ് ചോദിക്കുക, വേറെ ഒന്നും ചോദിക്കുന്നില്ല. അനന്യാസേ, നീ ആരോടാണ് യാചന കാണിച്ചിരിക്കുന്നത്? പരിശുദ്ധാത്മാവിനോടോ? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. ഇത് കുറെ എടുത്തു വെപ്പാനും നിന്റെ ഹൃദയത്തെ കൈവശമാക്കി സാത്താൻ നിന്റെ ഹൃദയത്തെ കൈവശമാക്കിയത് എന്ത്? അടുത്തത്, അത് വിൽക്കും മുമ്പ് നിന്റെ തന്നെയായിരുന്നു, വിറ്റ ശേഷവും നിന്റെ കൈവശമായിരുന്നു. ഈ കാര്യത്തിൽ നീ മനസ്സ് വെച്ചത് എന്ത്? മനുഷ്യരോടല്ല, ദൈവത്തോടത്രേ നീ വ്യാജം കാണിച്ചത്. അടുത്തത്, ആ വാക്ക് കേട്ട ഉടനെ അനന്യാസ് പിടച്ച് താഴെ വീണ് പത്രോസിന്റെ കാൽക്കൽ കിടന്ന് മരിച്ചു. അപ്പൊ അന്ന് നടന്ന അത്ഭുതങ്ങൾ നോക്കിക്കോണം. പ്രൈസ് ദി ലോർഡ്. അത് ദൈവികമെന്ന് തെളിയിക്കുവാൻ ഞാൻ പറഞ്ഞത്. ഹല്ലേലൂയ. ആമേൻ. പത്രോസ് ഒന്നും പറഞ്ഞില്ല, ഒരു വാക്ക് മാത്രമേ പറഞ്ഞുള്ളൂ. നീ ദൈവത്തോടാ വ്യാജം കാണിച്ചത്. ഇത് വിൽക്കുന്നതിന് മുമ്പ് നിന്റെ ആയിരുന്നു.
നിന്റെ അവകാശമായിരുന്നു. വിറ്റ് കഴിഞ്ഞ് നിന്റെ അവകാശമായിരുന്നു. ഇത് ദൈവ സാന്നിധ്യത്തിൽ കൊണ്ടുവരുവാൻ ആരും നിന്നോട് പറഞ്ഞില്ല, ദൈവം പറഞ്ഞില്ല, ഞങ്ങൾ ആരും പറഞ്ഞില്ല, നീ തന്നെയാ കൊണ്ടുവന്നത്. എന്നാൽ നീ ഇതിനെന്തിനാണ് യാചന കാണിച്ചത്? അത് പറയുമ്പോൾ തന്നെ അനനിയാസ് മരിച്ചു വീണു. അടുത്ത വായിക്കുമ്പോൾ 7-ാം വാക്യം വായിക്കാം. ഏകദേശം 3 മണി നേരം കഴിഞ്ഞ് അവന്റെ ഭാര്യ ഈ സംഭവിച്ചതൊന്നും അറിയാതെ അകത്തു വന്നു. പത്രോസ്, ഇത്രയ്ക്കോ നിങ്ങൾ നിലം വിറ്റത്? പറക എന്ന് പറഞ്ഞു. അതെ, ഇത്രയ്ക്ക് തന്നെ എന്ന് പറഞ്ഞു. പത്രോസ് അവളോട്, കർത്താവിന്റെ ആത്മാവിനെ പരീക്ഷിപ്പാൻ നിങ്ങൾ തമ്മിലൊത്തതെന്താ? ഇതാ നിന്നെ ഭർത്താവിനെ കുഴിച്ചിട്ടവിടെ കാൽ വാതുക്ക നിൽക്കുന്നു, അവൾ നിന്നെ പുറത്തു കൊണ്ടുപോകും. ഉടനെ അവൾ വീണ് പ്രാണനെ വിട്ടു. നോക്കണം, ഹല്ലേലൂയ. ദൈവത്തിന്റെ ആത്മാവിന് വിരോധമായി ഭാര്യ ഭർത്താവും അല്പമായ ഒരു ആ ബുദ്ധി കൊണ്ട്, അവിടെ സ്വയബുദ്ധി കൊണ്ട് ചെയ്ത ഒരു കാര്യമാണ്. ചെയ്ത പാവമൊന്നുമല്ല, ആ നീതിയൊന്നുമല്ല, അവിടെ നന്മ തന്നെയാണ്. എന്നാൽ അന്ന് നാൾക്കളിൽ എല്ലാവരും അവർക്കുള്ളതെല്ലാം വിറ്റ് സകലവും കൊണ്ട് അപ്പസ്തോലന്മാരുടെ കാൽക്കൽ വിൽക്കും. അവരവർക്ക് വേണ്ടുന്നത് ആവശ്യത്തിന് പങ്കിട്ടുകൂടും. കാരണം അന്ന് അവർ വിചാരിച്ചിരുന്ന ദൈവരാജ്യം സമീപമായി, കർത്താവ് മടങ്ങി വരാൻ പോകുന്നു എന്നുള്ള ചിന്തയായിരുന്നു അവരുടെ. അവരുടെ നാൾക്കളിൽ കർത്താവ് വരുമെന്നുള്ള ഒരു പ്രത്യാശയായിരുന്നു. ആമേൻ. ആ സമയത്ത് ഇതാ ഭാര്യ ഭർത്താവ് കൂടെ ചേർന്ന് പരിശുദ്ധാത്മാവിന് വിരോധമായി, ദൈവത്തിന് വിരോധമായി അവർ ചെയ്തപ്പോൾ അവർ രണ്ടുപേരും മരിച്ചു വീണു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇപ്രകാരമുള്ള അത്ഭുതങ്ങളൊക്കെ ഈ അധ്യായത്തിൽ നടന്നിട്ടുണ്ട്. അതുകൊണ്ടായിരിക്കാം ഈ മനുഷ്യൻ പറയുന്നത്, നിങ്ങൾ ഈ മനുഷ്യരെ വിട്ടൊഴിഞ്ഞുകൊള്ളുവീൻ. ഹല്ലേലൂയ. ഈ ആലോചനയോ പ്രവൃത്തിയോ മാനുഷ്യമെന്ന് വരികിൽ അത് നശിച്ചു പോകും. ദൈവീയമെങ്കിലോ 39, നിങ്ങൾക്ക് നശിപ്പിപ്പാൻ കഴിയയില്ല. നിങ്ങൾ ദൈവത്തോട് പോരാടുന്നത് എന്ന് വരികയുള്ളൂ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇപ്പൊ ഇവിടെ ഗമാലിയേൽ പറയാണ്, ഇത് മാനുഷികമാണ്, ഇത് പരാജയപ്പെട്ടു പോകും. മാനുഷികമല്ല, ദൈവീയമാണെങ്കിൽ നിങ്ങൾക്ക് അതിനെ ജയിക്കുവാൻ കഴിയത്തില്ല. ശത്രുവേ, ദൈവീയ പ്രവൃത്തിയെ ജയിക്കുവാൻ ഒരു കാലത്തും നിനക്ക് കഴിയത്തില്ല. നിന്റെ മണ്ഡലങ്ങൾ പരാജയപ്പെട്ടു പോകും, നിന്റെ പ്രവൃത്തികൾ പരാജയപ്പെട്ടു പോകും, നിന്റെ നാമങ്ങൾ നിർമൂലമാകും. ദൈവജനത്തിന് വിരോധമായി ഒരുപക്ഷെ നിനക്ക് ചില നേരത്തേക്ക് ചില തടസ്സങ്ങളും പ്രതികൂലങ്ങളും കൊണ്ട് വരുവാൻ കഴിയൂ. എന്നാൽ ദൈവജനത്തിന്റെ നന്മയെ, അവകാശത്തെ തകർത്തു കളയുവാൻ ദുഷ്ടനെ നിനക്ക് ഒരു നാളും കഴിയില്ല. ശ്വാസമുണ്ടോ ഇത് മകൾക്ക്? എന്നെ വിളിച്ച ദൈവം വിശ്വസ്തനാണ്. ആമേൻ. ആ ദൈവം എന്നോട് അരുളിയ വാഗ്ദത്തങ്ങൾ ഞാൻ പ്രാപിക്കും എന്നുള്ള വിശ്വാസമുണ്ടോ? വിശ്വാസത്തെ നാം പ്രാപിച്ചെടുക്കുവാൻ കഴിയാതെ നാടുകളായി തടസ്സമിട്ടിട്ടുണ്ട്, പോരാടിയിട്ടുണ്ട്, വെല്ലുവിളിച്ചിട്ടുണ്ട്. ആമേൻ. എന്നാൽ ഈ നാളുകൾ കർത്താവിന്റെ ആത്മാവ് അതിനു വേണ്ടി എഴുന്നേൽക്കാൻ പോവുകയാണ്. യേശുവിന്റെ നാമത്തിൽ ദൈവത്തിന്റെ ആത്മാവ്, ദൈവജനമേ, നിനക്ക് വേണ്ടി എഴുന്നേൽക്കുന്ന നാളുകള്. ഹല്ലേലൂയ. അന്ന് നാട്കൾ പത്രോസിനും ശിഷ്യന്മാർക്ക് വേണ്ടി എഴുന്നേറ്റ ദൈവത്തിന്റെ പ്രവൃത്തി, ഹല്ലേലൂയ, എവിടെ പരാജയപ്പെടുത്തുമെന്ന് പറയുന്നു, എവിടെ തകർക്കുമെന്ന് പറയുന്നു, അവിടെ തന്നെ നിനക്ക് അനുകൂലമായി ചിലതിനെ കൊണ്ട് പറയിപ്പിക്കത്തക്കവണ്ണം ദൈവത്തിന്റെ പ്രവൃത്തിയുടെ കരം ചലിക്കുന്ന നാളുകളിലാ. ആമേൻ. ഒടുക്കിക്കളയുവാൻ ഇനി വേണ്ട, ഈ ഭൂമിയിൽ വേണ്ട എന്ന് ശത്രു ചിന്തിക്കുമ്പോൾ അതിന്റെ നടുവിൽ അവനിൽ ഒരുവനെ തന്നെ എഴുന്നേൽപ്പിച്ച് ഹല്ലേലൂയ ദൈവീയമാകുന്ന പ്രവൃത്തി സ്വർഗ്ഗത്തോടെ വെളിപ്പെടുത്തുകയാണ്. ഇന്ന് പകൽക്കാലം നിന്റെ നന്മകളെ, നിന്റെ അവകാശത്തെ, നീ പ്രാപിച്ചെടുക്കേണ്ട ആത്മീയ, ഭൗതിക, ശാരീരിക നന്മകളെ ഹല്ലേലൂയ ശത്രു അപകരിച്ചുവെങ്കിൽ, പരാജയപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ,
അല്ല തടഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ മാനസിക പിരിമുറുക്കങ്ങൾ ഇട്ടുകൊണ്ട് നിന്നെ നിരാശപൂർണനായി നിരാശയുള്ളവളാക്കി മാറ്റിയിട്ടുണ്ടെങ്കിൽ ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവ് വിളിച്ചു പറയുന്നു, ഹല്ലേലൂയ, ദൈവീയ പദ്ധതിയൊന്ന് തിരിച്ചറിയുവാൻ, ദൈവത്തിന്റെ പുത്രനായ യേശു ക്രിസ്തുവിന്റെ നാമം ഒന്ന് ഉയർത്തുവാൻ, ആ നാമമല്ലാതെ മറ്റൊന്നുമില്ലെന്നൊന്ന് വിളിച്ചു പറയുവാൻ നീ തയ്യാറാകുന്ന മണ്ഡലത്തിൽ ദൈവകരം നിനക്ക് അനുകൂലമായി ഇറങ്ങി വരും. പത്രോസേ, നിന്നെ പരാജയപ്പെടുത്തുവാൻ ഒരു ശക്തിക്ക് കഴിയയില്ല. പ്രാർത്ഥിക്കുന്നവര് നിന്നെ പരാജയപ്പെടുത്തുവാൻ ഒരു ദൂതനും കഴിയയില്ല. ഇന്ന് പകൽ വിശ്വാസമുണ്ട്. ഞാൻ ഏതെല്ലാം സാഹചര്യങ്ങളിലൂടെ പോയാലും അതിന്റെ എല്ലാം നടുവിൽ എന്റെ കർത്താവിന്റെ കരം എന്നെ കാണുന്നുണ്ട്. ആ കരം എന്നെ താങ്ങി നടത്തുന്നുള്ള വിശ്വാസം നമുക്കുണ്ടോ? ഹല്ലേലൂയ. അന്നത്തെ കാണുന്ന നാൾക്കളിൽ ദൈവത്തിന്റെ ദാസന്മാർക്ക് ആ ഒരു പൂർണ്ണ വിശ്വാസം ഉണ്ടായി. ദൈവീയ കരം നിങ്ങളോടുകൂടിയുണ്ട്. ഒരിക്കൽ ഞങ്ങൾ പരാജയപ്പെട്ടു പോകത്തില്ല എന്നുള്ള ഉറച്ച വിശ്വാസം. കാരണം പത്രോസ് ധൈര്യമുള്ളവനായി മാറുവാനിട ഇതിലെ പകൽക്കാലം നമ്മൾ ചിന്തിപ്പാനിടയായി. പത്രോസിനെ ദൈവം ഉറപ്പിച്ച് കർത്താവിന്റെ നാമത്തിന്റെ മഹത്വത്തിന് വേണ്ടി അവസാനമായി അവനെ ഉറപ്പിപ്പാനിടയായി. അതിനപ്പുറമായി പത്രോസ് കാത്തിരുന്ന് ദൈവത്തിന്റെ ആത്മാവിന്റെ മഹത്വം അവന്റെ മേൽ ഇറങ്ങി വന്നു കഴിഞ്ഞപ്പോൾ അവൻ എഴുന്നേറ്റ് വന്ന് പ്രസംഗിക്കാൻ തുടങ്ങി. ആയിരങ്ങൾ കർത്താവിന്റെ രാജ്യത്തിലേക്ക് വേർതിരിവാൻ തുടങ്ങി. അത് മാത്രമല്ല, അത്ഭുതങ്ങളും അടയാളങ്ങളും വീരപ്രവൃത്തികളും നടക്കുവാൻ തുടങ്ങി. 3-ാം അധ്യായത്തില് അമ്മയുടെ ഉദരത്തിലെ മുടന്തനായവനെ പിടിച്ചെഴുന്നേൽപ്പിക്കുവാൻ തുടങ്ങി. ഹല്ലേലൂയ. ഈ അത്ഭുത പ്രവർത്തികളെല്ലാം വെളിപ്പെടുവാൻ കാരണമായി തീർന്നത് പത്രോസ് ആഴമായി ദൈവത്തിൽ ഉറച്ചു വിശ്വസിച്ചതുകൊണ്ട്. നമ്മൾ ചിന്തിച്ച യോഹന്നാൻ 21 പത്രോസ് പറഞ്ഞു, കർത്താവേ, നീ സകലതും അറിയുന്നു, എനിക്ക് നിന്നോട് പ്രിയമുണ്ടോ എന്ന് നീ അറിയുന്നുണ്ട്. ഇന്ന് പകൽക്കാലം സകലത്തെയും അറിയുന്ന, ആമേൻ, നമ്മുടെ നിലവുകളെയും നമ്മുടെ ചിന്തകളെയും നമ്മുടെ വിചാരങ്ങളെയും നമ്മുടെ എല്ലാ അവസ്ഥകളെയും അറിയുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. ആ ദൈവം ഇന്ന് പകൽക്കാലം നമുക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ ശക്തനാണ്. ഇവിടെ ഉപവാസ പ്രാർത്ഥനയുടെ 12ാമത്തെ പകൽക്കാലം നമുക്ക് വേണ്ടി ആ കരം ചലിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. നിങ്ങൾ മരത്തിൽ തൂക്കിക്കളഞ്ഞ ഈ യേശു, ഹല്ലേലൂയ, ശത്രുവേ, നിങ്ങൾ തൂക്കിക്കൊന്ന യേശു എന്റെ ദൈവം ഉയർപ്പിച്ച് അവനെ പ്രഭുവാക്കി നിർത്തിയിരിക്കുകയാ. അവനെ രക്ഷകനാക്കി നിർത്തിയിരിക്കുകയാ. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. മരണത്തിനപ്പുറമായി ഉയർത്തെഴുന്നേറ്റ കാൽവറി നാഥന്റെ മഹത്വം ഇന്ന് പകൽക്കാലം വെളിപ്പെട്ടുകൊണ്ടിരിക്കുകയാ. ദേശങ്ങളിൽ, പട്ടണങ്ങളില്, രാജ്യങ്ങളിൽ, ഗ്രാമങ്ങളില്, ചേരി പ്രദേശങ്ങളില് ആ നാമത്തിന്റെ മഹത്വം വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുക. ആ നാമം എവിടെ ഉയർത്തപ്പെടുന്നു അവിടെയെല്ലാം അത്ഭുതങ്ങൾ കാണുന്നു. ആ നാമം എവിടെയെല്ലാം ഉയർത്തപ്പെടുന്നു അവിടെല്ലാം ആമേൻ ഭൂതങ്ങൾ അലറിയോടും, രോഗികൾ സൗഖ്യമാക്കും, ഭാവികൾ മാനസാന്തരം. ഇന്ന് പകൽക്കാലം വിടുതലിന്, മാനസാന്തരത്തിനും രക്ഷയ്ക്കും പാപമോചനത്തിനും ആമേൻ കാരണമായി യേശുവിന്റെ നാമം ഉയർത്തുവാൻ നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം. ആ നാമത്തിൽ മഹത്വമായി നിൽപ്പാൻ ദൈവകരങ്ങൾ നമ്മെ താഴ്ത്താം. ആമേൻ. നാം വായിച്ച കുറിവാക്യം കൂടെ വായിക്കാം. അവർ അവനെ അനുസരിച്ച് അപ്പോസ്തലന്മാരെ വരുത്തി അടുപ്പിച്ച് യേശുവിന്റെ നാമത്തിൽ ഇനി നിങ്ങൾ സംസാരിക്കരുത്. ന്യായാധിപ സംഘത്തിൽ എഴുന്നേറ്റ പരീക്ഷൻ പറഞ്ഞതായ കാര്യത്തെ അവർ അനുസരിച്ചിട്ട് ദൈവത്തിന്റെ ദാസന്മാരെ പിന്നെ അവിടെ മുൻപിൽ കൊണ്ടുവന്ന് എന്നിട്ടും അവരെ അടിച്ചു. ഹല്ലേലൂയ. അടിപ്പിച്ചിട്ട് പറയുകയാണ്, ഈ നാമത്തിൽ ഇനി സംസാരിക്കണം. ആമേൻ എന്ന് എന്ത് ചെയ്തു? എന്ന് കൽപ്പിച്ച് അവരെ വിട്ടയച്ചു. അവര് പറയാ, തിരുനാമത്തിന് വേണ്ടി. ഹല്ലേലൂയ. ദുഷ്ടരെ, ശത്രുവേ, നീ ഞങ്ങളെ എത്ര അടിച്ചാലും, നീ ഞങ്ങളെ എത്ര പരിഹസിച്ചാലും, ഈ തിരുനാമം യേശുവിന്റെ നാമത്തിന് വേണ്ടി അവമാനമോ കഷ്ടതയോ സഹിപ്പാൻ ഞങ്ങൾ യോഗ്യരായി നിൽക്കുകയാണ്. ഹല്ലേലൂയ. ആമേൻ.
അടിയേറ്റിട്ട് അവന് പിന്നെയും പതറിപ്പോയില്ല. പകൽക്കാല ദൈവത്തിന്റെ പൈതലേ, പ്രതികൂലങ്ങളുടെ നടുവിൽ പതറിപ്പോകുന്ന ഒരു ക്രിസ്ത്യ ജീവിതമല്ല നമ്മുടെ ജീവിതം. ആമേൻ. പ്രതികൂലങ്ങളിൽ പതറാതെ, ആമേൻ, ഹല്ലേലൂയ, ശക്തിയോട് മുന്നേറുന്ന ക്രിസ്ത്യ ജീവിതം. ഹല്ലേലൂയ. പശ്ചാത്തലപാടി ക്രിസ്ത്യ ജീവിതം പോൽ വാക്യമുള്ള ഒരു ജീവിതം വേറെ ഉണ്ട്. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ആ നല്ല ജീവിതത്തിലേക്ക് നമ്മെ വിളിച്ചാക്കി വെച്ചിരിക്കുന്ന സർവകൃപാലുവായ ദൈവത്തിന്റെ കരുത്തിലേക്ക് നമ്മെ താഴ്ത്തി ഏൽപ്പിക്കാം. ഹല്ലേലൂയ. ഇന്ന് ആളുകൾ കർത്താവിന് വേണ്ടി ശക്തമായി പൊരുതുവാൻ, ഓടുവാൻ നമ്മെ സമർപ്പിക്കാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ദൈവങ്ങളിൽ ഏൽപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രാർത്ഥിക്കുമ്പോൾ ദൈവങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ചുറ്റു ശബ്ദമെത്തി പ്രാർത്ഥിക്കാം. ആമേൻ. മഹാപരിശുദ്ധ നിത്യനുമായ ഞങ്ങളുടെ നല്ല കർത്താവേ, നല്ല ഉച്ചകഴിഞ്ഞ സമയത്തിനായി സ്തോത്രം. ഞങ്ങളുടെ വാസപാർത്തരുടെ 12ാമത്തെ പകൽക്കാലം അങ്ങയുടെ പാദപീഠത്തിൽ ഇത്രത്തോളം നേരം കടന്നു വന്ന് കർത്താവെ പാടുവാനും അനേക വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പാനൊക്കെ ദൈവങ്ങളെ ബലപ്പെടുത്തിയതിനായി സ്തോത്രം. നല്ല തിരുവചനങ്ങളെ പകൽക്കാലം കേൾക്കുവാൻ ഞങ്ങൾക്ക് ഇടയാക്കിയതിനായി സ്തോത്രം. അപ്പാ കർത്താവിൻ്റെ ഭൃത്യന്മാര് കർത്താവെ ദൈവനാമത്തിന് വേണ്ടി അവിടെ അടികളേൽക്കുവാൻ ഇടയായല്ലോ കർത്താവെ. അവിടെ ദൈവനാമത്തെ അവരവിടെ കർത്താവെ പരീക്ഷന്മാർ അവരവിടെ വിലക്കിയപ്പോൾ കർത്താവെ അതിനെ നോക്കാതെ വണ്ണം കർത്താവിൻ്റെ നാമത്തെ അവിടെ ഉയർത്തുവാനും അനേകരെ വിടുവിക്കുവാനും അനേക രോഗികളെ സൗഖ്യമാക്കുവാനും കർത്താവെ തൻ്റെ ഭൃത്യന്മാരെ കാരാഗൃഹത്തിലും ഒക്കെ ഇടുവാനിടയായി. എന്നാൽ കാരാഗൃഹത്തിലും ദൈവത്തിന് ദൂതൻ ഇറങ്ങി വന്ന് കർത്താവെ അവരെ പുറത്തു കൊണ്ടുവരുവാൻ ഇടയായല്ലോ കർത്താവെ. ദൈവത്തിന്റെ നാമത്തിന് വേണ്ടി കർത്താവെ കഷ്ടം അനുഭവിക്കുവാനും അവർ സഹായിച്ചതിനായി സ്തോത്രം. അപ്പച്ച ഈ നാളുകളിൽ അപ്പാ ദൈവനാമത്തിന് വേണ്ടി ഞങ്ങൾ ഈ താഴ്ത്തി ഏൽപ്പിക്കുന്ന കർത്താവെ, ഞങ്ങൾക്കുള്ളിൽ വിശ്വാസവും കർത്താവെ ദൈവത്തിന് വേണ്ടി ഈ ദിവസങ്ങളിൽ ഞങ്ങൾ ഓടുവാൻ പ്രയോജനപ്പെടുവാൻ ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്ന കർത്താവെ. കഷ്ടങ്ങളെയും പ്രതികൂലങ്ങളെല്ലാം അതിജീവിക്കുവാനുള്ള കൃപ ഈ ദിവസങ്ങളിൽ ഞങ്ങളുടെ മേൽ പകരണതിനാ ഞങ്ങൾ അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു. അപ്പച്ച അങ്ങയുടെ കരങ്ങളിലേക്ക് ഇന്ന് പകൽക്കാലം സമർപ്പിക്കുന്നു. അപ്പൊ ആ പ്രാർത്ഥന അപേക്ഷിച്ചിരിക്കുന്ന എല്ലാവരെയും ദൈവകരങ്ങളിൽ സമർപ്പിക്കുന്നു. അപ്പൊ എല്ലാവരെയും കർത്താവ് ബലപ്പെടുത്തണമേ. ദൈവ കൃപയാൽ കർത്താവ് നിറയ്ക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. ഓരോ കുടുംബങ്ങളെ, ഓരോ വിശുദ്ധന്മാരെ ദൈവം അനുഗ്രഹിക്കുന്നതിനായി സ്തോത്രം. ദൈവ പ്രവൃത്തി ഓരോ കുടുംബങ്ങൾക്ക് വേണ്ടി ദൈവം വെളിപ്പെടുത്തുന്നതിനായി സ്തോത്രം. ഇന്ന് പകൽക്കാലം നിങ്ങൾ ഓൺലൈനിൽ കൂടെ കർത്താവെ മെസ്സേജ് കണ്ടുകൊണ്ടിരുന്ന എല്ലാവരും ദൈവകരങ്ങളിൽ സമർപ്പിക്കുന്നു. എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കണം. എല്ലാവർക്കും വിടുതലാക്കി അനുഗ്രഹമാക്കി ദൈവാത്മാ തീർക്കണതിനായി പ്രാർത്ഥിക്കുന്നു. ഓരോ വ്യക്തിയുടെ പ്രാർത്ഥന വിശുദ്ധരുടെ മേൽ ആത്മാവിന്റെ കരം ഇന്ന് പകൽക്കാലം ഇറങ്ങി വരണതിനായി പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്ന വൈകിട്ടത്തെ പ്രാർത്ഥന അനുഗ്രഹിക്കണം. ഏറ്റവും അനുഗ്രഹമാക്കി ദൈവാത്മാവ് തീർക്കണതിനായി പ്രാർത്ഥിക്കുന്നു. തുടർന്ന് ദിവസങ്ങളിലെ എല്ലാ കൂടിവരവുകളും ദൈവം അനുഗ്രഹിക്കണമേ. വലിയ ദൈവ പ്രവർത്തി അപ്പാ തുടർന്ന് ദിവസങ്ങൾ ദൈവങ്ങളുടെ മധ്യത്തിൽ അയക്കണമെന്നാ ഞങ്ങൾ അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. ഇപ്പോൾ ഞങ്ങൾ പിരിഞ്ഞു പോകുന്നു. പിരിയാത്ത ദൈവസ്ഥാനങ്ങളിൽ ഞങ്ങളെ മറയ്ക്കുന്നതിനായി സ്തോത്രം. പ്രാർത്ഥന യാതൊരു കേട്ടതിനായി സ്തോത്രം. എല്ലാം യേശുവിൻ നാമത്തിൽ തന്നെ. നമ്മുടെ പ്രാർത്ഥനയെല്ലാം കേട്ടതിനായി സ്തോത്രം ചെയ്യാം. സ്തോത്രം സ്തോത്രം. പ്രാർത്ഥനയ്ക്കെല്ലാം ദൈവം ഉത്തരം തന്നതിനായി സ്തോത്രം ചെയ്യാം.